എല്ലാവർക്കും ഹ്യൂസ് പെയിൻറ്റ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഈ വീക്കിലെ ക്രാഫ്റ്റ് എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് ആണ് കേട്ടോ. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് അടിപൊളിയാണ് എൻ്റെ ഫൈനലായിട്ട് വരുന്ന ഔട്ട്ലുക്ക്. അത്ര സുന്ദരവും ലളിതവുമാണ് ഇത് ഉണ്ടാക്കാനും. അപ്പം നമുക്ക് ക്രാഫ്റ്റിലേക്ക് കടക്കാം. കാർഡ്ബോർഡ് പീസ് 3 സൈസിൽ വെട്ടി എടുക്കണം. അത് റൗണ്ട് കളർ ഷേപ്പിലാണ് ഞാനിവിടെ വെട്ടിയെടുത്തിരിക്കുന്നത്. വലുത് മുതൽ ചെറുത് വരെ, ഒരു വലുത് ഒരു ചെറുത് പിന്നെ ഏറ്റവും ചെറുത്. ഇനി അതിൽ കൂടുതൽ പീസസ് വേണമെങ്കിൽ അത് കട്ട് ചെയ്യാം. അതിലേക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ ഷീറ്റ്, ഡ്രോയിങ് ഷീറ്റ് വൈറ്റ് കളറാണ്. അത് ഞാൻ വെട്ടി അതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ഫുൾ സൈസ് ഞാൻ കവർ ചെയ്ത് എഡ്ജസ് അടക്കം കവർ ചെയ്യുന്ന രീതിയിൽ ഫെവിക്കോൾ വെച്ച് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 എണ്ണം നമ്മൾ ചെയ്തെടുക്കണം. ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കാർഡ്ബോർഡ് ഏകദേശം പടം വരയ്ക്കാനായിട്ടുള്ള, അപ്പോൾ ഞാൻ അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് പല ഷേപ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുള്ളിൽ ഞാൻ ജസ്റ്റ് സോളിഡായിട്ട് കളർ ചെയ്യുന്നു. വേറെ കളർ ഷെയ്ഡിങ്സ് ഒന്നുമില്ല. അപ്പോൾ ആദ്യം വരച്ചു കൊടുക്കുന്ന ഒരു ബ്രൗൺ ആണ്. പിന്നെ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ഷേപ്പ് വരച്ചതാണ് ഈ ബ്ലൂ. അത് വരച്ചു വന്നപ്പോൾ നമ്മുടെ ഒരു മാങ്കാണ്ടിയുടെ ഷേപ്പൊക്കെ പോലെ വന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഇതിൽ ഷാർപ്പ് എഡ്ജസിനേക്കാളും ജസ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റൗണ്ട് അല്ലെങ്കിൽ കേർവ്ഡ് എഡ്ജസ് ഉള്ളതായിരിക്കും കുറച്ചുകൂടി കാണാൻ ഭംഗി. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ലീഫ് ലൈക്ക് ഷേപ്പുകൾ കുറേ ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ കുറച്ച് ഡോട്ട്സ് ചുമ്മാ ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒരു എന്താ പറയുക, ഇത് എൻ്റെ ജസ്റ്റ് ബേസിക് സ്റ്റെപ്പാണ്. അപ്പോൾ അടുത്തതിനകത്ത് ഞാൻ 2 കളർ കൊടുത്തിട്ടുണ്ട്. 2 ലൈറ്റ് കളേഴ്സാണ്. മുകളിൽ യെല്ലോ കൊടുത്തു. താഴെ ജസ്റ്റ് ഒരു വേവ് കളറിൽ ലൈറ്റ് ബ്രൗൺ കളർ. ഈ കളർ ബ്രൗണും നമ്മുടെ വൈറ്റൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു കളറാണ്. പിന്നെ ഇത് ഏറ്റവും ചെറിയ പീസാണ്, മിഡിൽ പീസാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ജസ്റ്റ് യെല്ലോ ലീഫ് ലൈക്ക് സ്ട്രക്ചർ വരച്ചു കൊടുത്തു. ഗ്രീൻ കളറിൽ ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ഷേപ്സ് ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനച്ചിരി പണി ഉള്ളത് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്കിലാണ്. ഈ ബ്ലോക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാനൊരു ലേഡിയുടെ സ്ട്രക്ചർ, ഒരു ഫേസിൻ്റെ ഒരു രൂപം വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനിയുള്ള വീഡിയോ സ്റ്റെപ്സിൽ അവിടെ ഇവിടെ ഒരു കുഞ്ഞ് കൈ വരുന്ന കണ്ടോ, അതെൻ്റെ മോളുടെയാണ്. അവൾ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് അവൾക്ക് പെയിൻറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിയതാണ്. പക്ഷേ എന്നാലും കുളമൊന്നും ആക്കിയിട്ടില്ല. പക്ഷേ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില ഡിസ്റ്റർബൻസസ് ഇനി അങ്ങോട്ട് ചെറുതായിട്ടൊക്കെ കാണും. പക്ഷേ സാരമില്ല, നിങ്ങൾക്കും കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് പടം വരപ്പിച്ചോളൂ, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ക്രാഫ്റ്റിനകത്ത് നമ്മുടെ ലേഡി വരയ്ക്കുന്നുണ്ട്. അവരുടെ മുടിയൊക്കെ ചുരുണ്ട് കൊടുത്തൊരു കണ്ണും മൂക്കുമൊക്കെ വരച്ചു കൊടുത്തു. പിന്നെയും ചുമ്മാ അവിടെ ഇവിടെയും കുറേ ലീഫ് സ്ട്രക്ചേഴ്സ് വരച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ ലൈറ്റ് ബ്രൗൺ കളർ അടിച്ച പീസിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫിലൊക്കെ ചുമ്മാ കുറച്ച് വര വരച്ചു കൊടുക്കണം. ചുമ്മാ അല്ല, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പാരൽ ലൈൻസാണ്. അതിൽ ഈക്വി ഡിസ്റ്റൻസ് ആകെ നോക്കുകയാണ്. ഇപ്പോൾ ഈ മാങ്ങാണ്ടിയുടെ ഒക്കെ രൂപത്തിനകത്ത് ആ രൂപവുമായിട്ട് വളരെയധികം സിങ്ക് ആയി പോകുന്ന രീതിയിലുള്ള ഒരു ലൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. ആ ലൈൻസാണ് ശരിക്കും നമ്മുടെ ഇതിൻ്റെ ഭംഗി. ഞാൻ ആദ്യമൊക്കെ കുറേ ലൈൻസ് വരച്ചു കൊടുത്തത് സ്കെച്ച് പെൻ വെച്ചിട്ടാണ്, ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ വെച്ചിട്ട്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ബ്ലാക്ക് കളർ സ്കെച്ച് പെന്നേക്കാളും ബോൾഡ് പെൻ, ജെൽ ബ്ലാക്ക് പെൻ ഉപയോഗിച്ചാൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇതിലൊക്കെ സർക്കിൾസ്, ഇപ്പോൾ ഈ ബാക്കിൽ കണ്ടോ നമ്മുടെ വൈറ്റ് കളർ പോർഷനിൽ വരുന്ന ബ്ലാക്ക് ലൈൻസ്, അത് കിടുവാണ്. അതിന് ഭയങ്കര ഇമ്പാക്റ്റാണ്. നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കതിന്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ കണ്ടോ ലൈൻസൊക്കെ നല്ല സൂപ്പറായിട്ട് വരച്ച് വെക്കുന്നത്. ഇതിന് മുകളിലൂടെ വരയ്ക്കണം. നമ്മുടെ അടിയിൽ കൂടെ മാത്രമല്ല, നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ട് പിന്നെ മുകളിൽ കൂടെയും വരയ്ക്കും. ഇത് ഞാൻ പെൻ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഷേപ്സ് വരയ്ക്കുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഏകദേശം തീർന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഏത് രീതി വേണമെന്ന് അറേഞ്ച് ചെയ്യാം. ഞാൻ ഈ രീതിയിൽ അറേഞ്ച് ചെയ്താണ് എൻ്റെ വീട്ടിൽ വെച്ചത്. പക്ഷേ ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഥവാ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തുവാണെങ്കിലും, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ തോന്നിയിട്ടുണ്ടെങ്കിലും ഒക്കെ കമൻസിലിടുക. നിങ്ങളുടെ കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്രാഫ്റ്റ്സ് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ക്രാഫ്റ്റിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.